നമ്മളേ ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പല്ലേ എന്താ മണം വെച്ചിട്ടാ മുല്ലപ്പൂ വിരിയുന്നതിൻ്റെ നല്ല മണം അല്ലമ്മ. നല്ല മണം ഉണ്ട് കേട്ടോ. ഇന്നലെ മുതൽ കുറച്ചീശെ വിരിഞ്ഞിട്ട് നമ്മൾ പറിച്ചില്ല, താഴെ വീണിട്ടുണ്ട്. ഇന്ന് എന്തായാലും നമുക്കിത് മുല്ലപ്പൂ പറിക്കണം അല്ലേ, പറിച്ചിട്ട് കോർക്കണം. എന്താ ഇനിയിപ്പോ ഒറ്റ ആഴ്ച കൊണ്ട് മൊത്തത്തിൽ സ്കൂള് തുറക്കുമ്പോഴേക്കില്ലേ പൂവിന്റെ ആലവാരം കഴിയുന്നോന്ന് കേട്ടോ. അത് വരെ തന്നെ ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മുടെ ഇവിടെ ഒരു മഴ ചാറി പോയിട്ടോ, കാര്യമായിട്ട് പെയ്തില്ല, ചാറി എല്ലാം ഭൂമി ഒന്ന് നനഞ്ഞിട്ട് പോയി. ഇപ്രാവശ്യം 2 പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അതിന് പൂ വിരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ച് പൂവല്ലേ ഇപ്പൊ മഴ. കുട്ടികളൊക്കെ ഓരോ കവറൊക്കെ പൊട്ടിച്ചോണ്ട് അത് കഴിഞ്ഞ കൊല്ലം. ഇപ്രാവശ്യം പൂ കമ്മിയാ. കൊല്ലത്തിൽ ഒറ്റ പ്രാവശ്യം തന്നെ അല്ലല്ല, ഇത് കൊല്ലത്തിൽ 2 പ്രാവശ്യം വിരിയുണ്ട്. ഇനി നമുക്കില്ലേ ഇത് കുറച്ച് വെട്ടിയിട്ടേ ആ സൈഡ് മതിലില്ലേ, ആ മതിലിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടത്തോടെ വെച്ചു കൊടുക്കണം അല്ലമ്മ. പൂ കഴിഞ്ഞിട്ട് എന്തായാലും ഇനി വെട്ടണം. പാമ്പോ ചേമ്പോ വന്നു കഴിഞ്ഞു വെച്ചാൽ അറിയില്ല. അപ്പോൾ എന്താ എത്ര പേർക്ക് നമ്മുടെ ഈ ഒരു അമച്ചുണ്ടാവുക അല്ല ചെടി ഇങ്ങനെ അമച്ചുണ്ടാവുക. നല്ല മണമുള്ള നല്ല ചന്തലത്തില് മുല്ലയാണ്, നല്ല മണമുള്ള മുല്ലയാണ്. വിജയേട്ട ചെമ്പകം പോലെ നല്ല മണം. അത് എത്ര മണം ഉണ്ടായില്ല തമിഴ്നാട്ടിൽ. എത്ര മല്ലിപ്പൂവോ പിച്ചിപ്പൂവോ മല്ലിപ്പൂ. പക്ഷെ എനിക്ക് അതിന്റെ മണം ഇഷ്ടം. എനിക്ക് ഈ മണത്തിനേക്കാളും ഇഷ്ടമാണ്. അത് നല്ല സ്ഥലട്ടാ. അത് കോർക്കറിയുമ്പല്ലേ ഉണ്ടായിട്ട് കോർക്കും. ഇവിടെ ഇത് സുകന്യക്ക് കോർക്കറിയില്ല, അമ്മൂനറിയില്ല, അച്ഛനറിയില്ല. ഞാൻ കോർക്കണം കേട്ടോ. കോർത്ത് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വെക്കാൻ ഇഷ്ടമാണ്. എനിക്ക് അമ്പലത്തിക്കൊക്കെ പോകുമ്പോഴാണ് മുല്ലപ്പൂ വെക്കാൻ ഇഷ്ടമുള്ളൂ. കുട്ടികളൊക്കെ അവിടെ ഇട്ടോ. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നതാ. പൊന്നുമില്ലേ, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അമ്മ ബായോ ഇവിടെ വന്നിട്ട് അവർ മുറുക്ക് വാങ്ങിക്കൊണ്ടുവന്നതിൻ്റെ കവറുണ്ട് കാണിച്ചിട്ട്, കഴിഞ്ഞു നീ നാളെ വാങ്ങി തരാട്ടോ, കഴിഞ്ഞു. അതല്ല അത് ഞാൻ എടുത്തിട്ടില്ല. അവന് കൊടുത്തപ്പോ അത് വേണ്ടായിരുന്നു. എന്താ സുകന്യ ഇടിവെട്ട് നിന്നില്ലേ? സുകന്യയുടെ ഇടിവെട്ട് കമ്മിയില് അറിയ. എന്താ ആരെ തീർത്ത്? എന്താ തീർത്തു? മുറുക്ക് തീർത്തു. അവന്റെ അച്ഛനും പാടേന്ന് എനിക്ക് തന്നില്ലല്ലോ. ഇനി ഞാൻ പൊന്നു നാളെ വാങ്ങാന്ന്. ഇത് നമ്മള് പറയുന്നത് അവൻ ശ്രദ്ധിച്ചിരിക്കുന്നു കേട്ടോ. എന്നിട്ട് പറയുന്നൊക്കെ എന്താ വന്ന് പൂ പറിച്ചാലോ? മുറുക്ക് അവിടെ അച്ഛ വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛ വാങ്ങിച്ചിട്ടുണ്ട് മുറുക്ക്. അപ്പൊ അവനത് വേണ്ട പറഞ്ഞു. രാവിലെ കുട്ടിക്ക് ചായ കുടിക്കാൻ വേണ്ടേ? മുറുക്ക് വേണ്ട. രാവിലെ കട്ടൻ ചായ കുടിക്കുമ്പോല്ലേ എന്തെങ്കിലുമൊക്കെ കടിക്കാനും വേണം തോന്നുട്ടോ. ഇല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കാൻ രസമല്ല. ഇപ്പൊ പാക്കറ്റ് പാലില്ലേ, കട്ടി കൂടിയ പാക്കറ്റ് പാല്, എനിക്ക് ഇഷ്ടമല്ലത്. 4 രൂപ കൂടി ഇത്ര പാലിനൊക്കെ. പാലിന് കൂടിയിട്ടില്ല. കൂടിയിത്രേ കൂടിയിട്ടില്ല. കൂടിയിട്ടില്ല. അപ്പൊ ചായ കച്ചവടക്കാരൊക്കെ ഒന്ന് സുഖം. അമ്മയ്ക്ക് സുഖമായോ ചോദിച്ചിരുന്നു കമന്റ് കൂടെ. അമ്മ ദാ ഉഷാറായി ഓടിപ്പാടി നടക്കാൻ തുടങ്ങി. ഇപ്പൊ മരുന്ന് മാറ്റിയതിന്റെ ക്ഷീണുണ്ട് കേട്ടോ. മരുന്ന് മാറ്റിയില്ലേ, അപ്പൊ നമ്മള് വീഡിയോ എടുക്കുമ്പോഴൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അമ്മ കിടക്കണ കാണുമ്പോ വീഡിയോയില് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അമ്മ കിടക്കണത് കാണിക്കില്ല കേട്ടോ. ടിവിയുടെ മുമ്പിൽ കിടക്കില്ല, കടന്നുറങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ കടന്ന അത് എന്താന്നറിയില്ല. അമ്മു അങ്ങനെ തന്നെയാണ് കേട്ടോ. അമ്മൂന് എവിടെയെങ്കിലും ഒന്ന് കടന്നു കഴിഞ്ഞാലേ ആ കുട്ടി അങ്ങനെ ഉറങ്ങിക്കൊണ്ട്. സുകന്യ അതിനെക്കാട്ടിലാണ്. അതൊരു ഭാഗ്യമാണ് കേട്ടോ. സുകന്യ നടന്നാൽ തന്നെ ഉറങ്ങും ചിലപ്പോ. ഇന്നില്ലേ കാര്യമായിട്ട് നമുക്ക് വൈകുന്നേരത്തെ പണികളില്ല കേട്ടോ. ചോറും കൂട്ടാനൊക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ ഏട്ടന് ചക്കരക്കിഴങ്ങ് പുഴുങ്ങി കൊടുത്തു. സോനിയ ബാ മുല്ലപ്പൂ പറിക്കുക, കോർത്ത് തരണമെങ്കിൽ മതി. ഇവിടേക്കുള്ള ലൈറ്റ് ഇട്ടിട്ടില്ലേ? അതിന്റെ ചാർജ് വെറുതെ കളയല്ലടാ.
ഏട്ടാ ആ പൂ പറിക്കുക. ഇപ്പൊ പറിച്ചു വെച്ചാ നാളേക്ക് ഉം. ആ എന്താ മണം. അതിനെ പറയണേ നല്ല മണട്ടോ അല്ലേ. ഉം. ചില ചക്കക്കുരു നേരേക്ക് വെക്കായിരുന്നു ഞാൻ. നാളെ കൂട്ടാൻ വെക്കാന്ന് വിചാരിച്ചിട്ട് ചക്കക്കുരും. ഇവിടത്തൊക്കെ വിരിയണുള്ളു. ഇതാണ്ട് വിരിയണുള്ളു. ആ ഇതില്ലേ റൂമിലോ ഒന്ന് ഇത് നമ്മുടെ കൃഷ്ണനില്ലേ ഒരു മാല കണ്ണന് ഇല്ലേട്ടാ പൂജാ റൂമിൽ വെക്കാനും ഒരു മാല. ഇനി ആർക്ക് അമ്മുട്ടി വെക്കില്ല കേട്ടോ. അമ്മൂന് അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല. പക്ഷെ സുകന്യക്കും മുട്ട് പറിക്കണ്ടുണ്ണി. മൊട്ട് പറിക്കില്ല കുട്ടി പറിക്കണ്ട. പെറിക്കണ്ട പൊന്നു പെറിക്കണ്ട. പെറിച്ചണ്ടടാ. പറിക്കണ്ട മുത്തേ. പഠിക്കണ്ട മുത്തേ. മുത്തേ വേണ്ട മുത്തേ. പെറിക്കണ്ട മുത്തേ. ഇത് ഇന്നലത്തെ ഇതൊക്കെ കൊഴിഞ്ഞു കൊണ്ടിരുന്ന്. ഇന്നലത്തേനെ. അയ്യോ ഇതില്ലേ ഈ സൈഡിൽ കൂടെ കുറച്ച് ഇങ്ങനെ ഈ ഒരു ഭാഗം അച്ഛൻ വെച്ചിട്ട് ബാക്കി ഫുള്ള് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചതാ. അത് മേലെ കൂടെയാണ് ഫുള്ള് വിരിഞ്ഞത്. ഓ ഇല്ലമ്മ വല്യമ്മ അവനെ എല്ലാവരെയും അച്ഛമ്മ എന്ന് വിളിക്കുമ്പോഴേ ആൾക്കാർക്ക് പ്രശ്നം വരും. ഇതാരാണ് ഈ കുട്ടിയുടെ അച്ഛനമ്മ എന്നുള്ളത്. അച്ഛനും അമ്മയും അതാണ് കേട്ടോ അമ്മ, ഇതാണ് വല്യമ്മ. ഇന്നലെ ഒരു കമൻറ്റിൽ കണ്ടിരുന്നു. എന്താ അത് ആ കമൻറ്റ് ഏത് രീതിയിലാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പറയുക കുട്ടികളത് ചെറുതാവണ സമയത്ത് മക്കൾ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ. കുറച്ച് വലുതായി കഴിഞ്ഞാൽ കണ്ടില്ലേ ഇപ്പം അവർക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാവില്ല ഏട്ടാ. പിന്നെന്താ അത്രേ വേണ്ടുള്ളൂ. വിളിക്കാൻ തുടങ്ങിയില്ലേ. ഓ അതന്നെ പറയണേ. ഓ എന്താ എല്ലാ സമയത്തും വരാൻ തുടങ്ങിയില്ലെന്നേ. അത് മനസ്സിലാവേ. ഇപ്പൊ കുഞ്ഞുണ്ണി എന്താ വിളിച്ചിരുന്നത്? മാച്ചാന്നല്ലേ വിളിച്ചിരുന്നത്. ഓ അത് പഠിക്കുന്നുണ്ടേ. ഇത് പറ്റുന്നുണ്ടേടി പെണ്ണേ. അവനും പറിക്കുന്നു. ഇതാണ്ടേട്ടാ മോളിക്ക് നോക്ക്. കണ്ട 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 ഇപ്പൊ ഇങ്ങനെ ഇതാക്കണം കേട്ടോ. പൊന്നു മണണ്ട നോക്കത്തേത്. ഇത് പൊന്നു മണക്കാൻ കൊടുക്ക്. അച്ഛനെ അമ്മുക്കുട്ടി ചെറിയ കുട്ടിയാവണ സമയത്ത്, നമ്മുടെ അമ്മുട്ടി ചെറുതാവണ സമയത്തേ ഒരു ഇവിടെ ഒരു വീട്ടിൽ പണിക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു ചാത്തമ്പള്ളിയിൽ അല്ലേമ്മ ഒരു ചേട്ടന്മാർ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്ന ഈ മുല്ല മുട്ടില്ലേ കൊടുത്താൽ നല്ല പൈസ കിട്ടും കേട്ടോ. കുറേ പേര് വന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും ആൾക്കാർ കൊണ്ടുപോയിക്കോട്ടെ, നമ്മുടെ മക്കൾ പറിച്ചു കഴിഞ്ഞാൽ അടുത്ത വീട്ടുകാർ കൊണ്ടുപോയിക്കോട്ടെ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇഷ്ടം പോലെ പിന്നെ നമുക്ക് വേണ്ടായേ കേട്ടോ. ഓരോ മുറ കെട്ടലും അത് കഴിഞ്ഞാൽ പിന്നെ കെട്ടലൊന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല. ഒരു പൂതി ഉണ്ടാവില്ല സത്യം. അതെന്ത് സാധനം അങ്ങനെ തന്നെ. ഇപ്പൊ ഇവിടെ നമ്മുടെ വീട്ടിലില്ലേ നമ്മളൊരു പലഹാരം ഉണ്ടാക്കി വിചാരിച്ചോ, അന്നത്തെ ദിവസം ഇവിടെ ആർക്കും ചിലവുണ്ടാവില്ല. കുട്ടികൾക്കാണ് പറഞ്ഞാലും വലിയവർക്കാണ്. അത് കഴിയാറായി പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാലേ പൊന്നുകിടുവാ അവിടെ പോയി നിക്കണ്ട കുത്തേ ഏട്ടാ. അതൊരു പലഹാരം കഴിയാറായി കഴിഞ്ഞാൽ ചപ്പച്ചു പറയും ഞാൻ ഉണ്ടായിരുന്നില്ലേ ചോദിക്കും സുകന്യെ. കുട്ടി ദാ ഏട്ടാ ഇവിടെ കണ്ടോ റോട്ടിൽ ദാ സുകന്യ ഇവിടെ. മനസ്സിലായോ? സുകന്യ അവിടെ പാട്ട് പാടുന്നുണ്ടോ? പൂവേ പൂവേ പറയും. എത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. ബാക്കി ആരെങ്കിലും പറിച്ചിട്ട് പോയിക്കോട്ടെ. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഉണ്ടേ. നമ്മുടെ വെയിലി മൊത്തം മുല്ലച്ചെടി ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ബാക്കിയുള്ളത് അവർ ആരാച്ച പറിച്ചോട്ടെ ഏട്ടാ. പെൺകുട്ടികളൊക്കെ കാണുമ്പോ അവർക്കൊരു ഇങ്ങോട്ട് വാ. ദാ ഇവിടെയൊക്കെ നോക്ക് സുകന്യേ. നേരത്തെ നടക്കണ്ടേ
ഈ താഴത്തെ അർത്ഥം സുകന്യെ ആദ്യമൊക്കെ അല്ലേ ഇത് ഇതൊക്കെ നാളെ ബാക്കി ഇറക്കാലോ. അതിനെന്താ ബാക്കി ഇറക്കുന്നത് അണ്ടടി സുകന്യെ ആദ്യമൊക്കെ സൂചി അത് നൂലും നാളെ കൊണ്ട് ഇറക്കാം, നാളെ കോർക്കലായിരുന്നു. അത് നാളേക്ക് എവിടെ വെച്ചത്? ഇവിടെ നമ്മുടെ റൂം കിടക്കണോ ചേച്ചി അനാഥ പ്രേതം പോലെ ആരും ഇല്ലാലേ ആ റൂമില്. ആരുണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഒരു പുറത്തിരിക്കുമ്പോ നല്ല നല്ല ഓർമ്മകളാണ് സുകന്യ അത്. ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ, കുട്ടികളുടെ കളി ചിരിയിലേട്ടാ നമ്മൾ ഒരമ്മയാവുകയാണെന്ന് പറഞ്ഞ നിമിഷങ്ങൾ. അയ്യയ്യോ അയ്യയ്യോ. എല്ലാ വീടിനും ഓരോ കഥകളുണ്ട് അല്ലേ. നമ്മുടെ പുതിയ വീടിന് ഇനി അമ്മൂൻ്റെയും അച്ചൂൻ്റെയും കിച്ചുവിൻ്റെ ഒക്കെ കഥകളായിരിക്കും പറയാനുണ്ടാവുക. കഥകളൊക്കെ ഉണ്ടാവട്ടെ ഭഗവാനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഒരു ഓർമ്മ ഒരിക്കലും നമ്മുടെ പുതിയ വീടിന് കിട്ടുമായിരിക്കും. നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല അല്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം. കിട്ടുമോ ഏട്ടാ? പക്ഷെ അതും കിട്ടും, കാരണം കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അത്രയും ആശിച്ച് മോഹിച്ചൊരു വീട് നമുക്ക് ലേട്ടാ, നമ്മുടെ ജീവിതത്തിലൊരു സ്വപ്നം. എത്രയോ പേര് ഒരു വീട് എന്ന് പറഞ്ഞ സ്വപ്നത്തിൻ്റെ അടുത്ത് എത്തിയിട്ടും ഓരോ പ്രശ്നങ്ങളായിട്ട് ഇതാവണം. പക്ഷേ സത്യം പറയാത്ത ദൈവം എല്ലാവർക്കും ഓരോ വീട് കൊടുക്കട്ടെ. അതൊരു ശരിക്കും ഒരു ആഗ്രഹം തന്നെയാണ് അല്ലേ. അതാ പൂ കൊടുത്ത എന്തിനാ എന്നിട്ട് എനിക്കില്ലേ ഒഴിവ് കിട്ടില്ല കേട്ടോ ചില സമയത്ത് പൂ കോർക്കാന്. ആ സമയത്ത് പൂവും കിട്ടില്ല, ഒന്നും കിട്ടില്ല ലേട്ടാ. അല്ലേട്ടാ എന്താ പറയുന്നത്, എനിക്ക് എന്താന്നറിയില്ല, അങ്ങനെ വായിൽ വന്നിട്ട് 150 അല്ലേട്ടൻ പറഞ്ഞാൽ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്. എനിക്ക് അങ്ങനെ ശീലമായി പോവുകയാണ്, എന്താ ചെയ്യാന്. നിങ്ങൾ എന്തിനാ മിണ്ടുമ്പോ പ്രസിയെ പറയുന്നു, പക്ഷെ അത് വീഡിയോ കൂടെ കേൾക്കണില്ല. സുകന്യ എന്തിനാ ഇടത്തിയമ്മ വിളിക്കണത്? വിളിച്ചടി പ്രസിയെ വിളിച്ചാൽ മതി, എല്ലാവരും എന്നെ പ്രസിയെന്ന് വിളിക്കും കേട്ടാ. അങ്ങനെ ചെയ്യാ കണ്ടോ? അതാ വരുന്നത്. ഇനിയിപ്പോ കാര്യമായിട്ട് പൂവാർക്കാനെ കൂടി ഇനിയിപ്പോ ആ പൂ മൊത്തത്തിൽ കണ്ടോ അതാ പൂവും കൂടി പോണോക്ക്. ഏണ്ടോ എന്തിനാണ് കളയണ്ടേ? അച്ഛമ്മടെ തലയിൽ നോക്കി മാല കെട്ടിട്ട് വെക്ക. നോക്ക് അങ്ങോട്ട് നോക്ക്. പെണ്ണ് അച്ഛമ്മ പെണ്ണാണ്. ഓഹോ പെണ്ണ് ചന്തല്ലേ? ഇനി പൂവെടുക്കാൻ അങ്ങോട്ട് വന്നതിന് പുറം പൊളിക്കുന്ന പെണ്ണാണ്. പെണ്ണ് ചന്തല്ലാന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയ്ക്ക് ഉമ്മ കൊടുക്കണേ. പെണ്ണ് ചന്തല്ലാന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയ്ക്ക് ഒരു ഉമ്മേനെ കൊടുത്തു. അച്ഛമ്മ ചന്തല്ലാന്നോ? ആരുടെ അച്ഛമ്മ ചന്തല്ല പറഞ്ഞത്? അച്ഛമ്മ സുന്ദരി അല്ലടാ അല്ലേ? ഓ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണോ? അച്ഛമ്മ മേക്കപ്പ് ചെയ്യണ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാ? ഫോട്ടോ എടുക്ക. അത് ശരി, ഇതാ കേട്ടോ, ഫോട്ടോ എടുക്കുന്നു. ആര്? അമ്മേനെ കണ്ണൊക്കെ എഴുതി കൊടുക്ക്, പൊട്ടൊക്കെ ഇട്ട് കൊടുക്ക്. മേക്കപ്പ് ചെയ്യണതിന്റെ ഫോട്ടോ എടുക്ക്. ഓ ഞാൻ കണ്ടു കണ്ണടച്ചു. എന്ത്? ഞാൻ കണ്ണടച്ചിട്ട് നീക്കൊരു വിഷുക്കളി. മേക്കപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടിട്ടാണ്, മേക്കപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടിട്ടാണ്. കേട്ട്
കണ്ണടച്ചിട്ട് നീക്കാനേ. ആ അതന്നെ അച്ഛമ്മ മേക്കപ്പ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിട്ടാണേ. സുന്ദരിയാക്കി അച്ഛമ്മേനെ. നിന്റെ അമ്മേനെ സുന്ദരിയാക്കി. ഇങ്ങനെയല്ല പൂ വെക്കുക പിന്നെ. പൊന്നാ ഇങ്ങനെയാണ് പൂ വെക്കുക അല്ലേ? പറ്റില്ല പറ്റില്ല. പൊന്നാ വികൃതി തന്നെ നീട്ടാ. ഒരാൾക്കുള്ളതായിട്ടോ, ഒരാൾക്കല്ല, ഞങ്ങൾക്ക് 4 പേർക്കുള്ള പൂവും ഞാൻ കോർക്കണം. എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാനപ്പോൾ ചോറിനിട്ട് ചെയ്യുക. ഇത് കുറച്ച് നേരം ഇരിക്കണം കേട്ടോ, ഇരുന്നാലേ പറ്റുള്ളൂ. ഇതാണ്ടോ ഞാൻ ഇത്ര ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ അമ്പലത്തിൽ പൂ കോർത്ത് കൊടുത്തിട്ടുണ്ടെന്നറിയാം. നല്ലതിൽ ചെമ്പരത്തിയും ഇതൊക്കെ കോർത്തിങ്ങനെ കൊടുക്കും. കല്യാണം കഴിഞ്ഞ് നമുക്ക് പിന്നെ കോർക്കാൻ പറ്റാതെ ഇപ്പോഴാണ് കേട്ടോ നിർത്തിയത്. അല്ലടി, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് കോർത്ത് കൊടുത്തിട്ടില്ലാതെ. കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോ അവിടെ മാലയിട്ടാൻ പോകാൻ പറ്റുമോ? ഇന്ന് എന്ത് പറഞ്ഞാലും പൊന്നു കേൾക്കും. പൊന്നു നല്ല മൂഡിലാണ്. ഇന്ന് നല്ല മൂടാ. ഇന്ന് രാവിലെ മുതൽ അമ്മ ചേച്ചീനെ കുറേ ഉമ്മ വയ്ക്കാനും സുന്ദരിയാണ്, എൻ്റെ സുന്ദരി ചേച്ചിയാണ്, മുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര മിനിറ്റും കൊണ്ടാണ് മാറുകയെന്നറിയോ? അതിപ്പോ എല്ലാവരുടെ ശീലങ്ങളും അങ്ങനെ തന്നെയാണ്. ആരെ ശീല ആരെ സ്വഭാവമാണ് എപ്പോഴും ഒരേപോലെ. അത് കുട്ടികളുടെ ശരി, വലിയവരായാലും ശരി. അതാ പൊന്നു പല്ല് കേടരും മുത്തേ, പല്ല് കേടരുടാ. ചക്കക്കുരു കുത്തിയിട്ട് കാണിച്ചു കൊടുത്താ അത് നിന്റെ ഇല്ല, അത് ഏട്ടൻ്റെ ആണേ. എല്ലാം നിന്റെ ആണോ? അലക്കിയിട്ടതൊക്കെ നിന്റെയാണ്. അതാ ഇത്രയായിട്ടോ. നിങ്ങൾക്ക് മുല്ലപ്പൂ കോർക്കാൻ അറിയോ? ഇനി കോർക്കാനുണ്ട് കേട്ടോ. 2-3 2-3 ഇനി 3 പൂ ഇത് കിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. കണ്ടോ ഇത്രയും പൂവുണ്ട് കേട്ടോ, അതും കോർക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടാ, ഇങ്ങനെ മുടിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ അല്ലേ? പൂ വെച്ചിട്ട് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് കണ്ണൊക്കെ എഴുതി കുങ്കുമൊക്കെ നല്ല രീതിയിലിട്ട് കുപ്പിയോളയൊക്കെ ഇട്ട് ആ ഒരു ഇഷ്ടം എന്താ തീരെ നെയ്സുള്ള സെറ്റ് മുണ്ട് എടുക്കണം. നമ്മുടെ അടുത്തില്ലല്ലോ അത് വര പോലത്തെ സെറ്റ് മുണ്ട്. കുറേ ആയിട്ടോ ആ സെറ്റ് മുണ്ട് എടുക്കാൻ പൂതി. ഇനിയിപ്പോൾ എന്തായാലും ഓണാവട്ടെ വെച്ചിട്ട് വീതി ഇല്ലാത്തതില്ലേ, ഒരു ഇങ്ങനെ വര മാത്രമേ ഉള്ളത്, അപ്പം അതെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. കട്ടിയില്ലാത്ത വര, പണ്ടത്തെ ഒരു സാരി ഇത് കണ്ടിട്ടില്ലേ? എൻ്റെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നതാണ്, അതെവിടെ പോയി എന്നറിയില്ല. അപ്പോൾ അമ്മയുടെ അടുത്തില്ലല്ലോ അത്. അങ്ങനെ നല്ല രസമാണ് കേട്ടോ അങ്ങനത്തെ. എന്നിട്ട് ഈ അതൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു രസമല്ലേ? മുടി നോക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നാളെ കാണാം. അത് മുടിയായിരിക്കില്ല, കറുത്ത നൂലായിരിക്കും. ഇതാണ്ടോ കറുത്ത നൂല്. അപ്പോൾ നാളെ കാണാം.